ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും വിശേഷം. ഇനി നമ്മൾ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫൈൻ 1/2 ഓഫ് രണ്ടെണ്ണം, ഓരോന്നിനകത്ത് ഈ രണ്ടെണ്ണം ഇത് ചെയ്യാനുണ്ട്. 24, 46. ബി എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് 18, 27 ചെയ്യണം. 3/4 ഓഫ് 16, 36. ഡി 4/5 ഓഫ് 20 ആൻഡ് 35. ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് മക്കളെ, എന്നാലും നമുക്കെല്ലാം ചെയ്ത് നോക്കണ്ടേ. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ എയുടെ ഒന്നാമത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. 1/2 ഓഫ് 24. ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, ഈ ഫ്രാക്ഷനകത്ത് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം. ഇൻറ്റു 24 അല്ലേ? വിലയ്ക്ക് നമുക്ക് തെറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ 24 അടിയിൽ അങ്ങനെ ആയിടും. ഒന്ന് 1 അങ്ങ് ഇട്ടേക്കെ, അപ്പം നമുക്ക് എളുപ്പമാകുമല്ലോ അല്ലേ? രണ്ട് രീതി ചേർന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ഒന്നിൽ 1 × 24 24, പിന്നെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ 2 × 1 2. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എത്ര കിട്ടും? 12. ആൻസർ ഈസ് 12 എന്ന് കിട്ടും. അഥവാ വേറെ രീതിയിലൂടെ, രണ്ട് രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പ്രോബ്ലം ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഈ രീതി പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്, പറഞ്ഞേക്കാം. എന്താണ് ഇങ്ങനെ വന്നാൽ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ക്യാൻസൽ ചെയ്യാമെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും, മൾട്ടിപ്പിൾസ് ആണെങ്കിൽ. അതല്ലോ 24ഉം 2ഉം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഈ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1, 24നെ ചെയ്തപ്പം 12. ഇനി നോക്കിയേ, മേളിൽ 1 × 2 12 ബൈ താഴെ 1 × 1 1, 12/1 എന്ന് പറഞ്ഞാൽ 12 തന്നെയാണ്. സെയിം ആൻസർ തന്നെ കിട്ടും. രണ്ട് രീതിയിലും ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരുവാണ്. ഓക്കെ, അതിന്റെ സെക്കൻഡ് ചെയ്യാം. എത്രയാണ്? 1/2 ഓഫ് 46. 1/2 ഓഫ് 46. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഇൻറ്റു, അതായത് 1/2 ഇൻറ്റു 46. 46ന്റെ അടി 1 ഇട്ടു. ഇനി ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ, 1 × 46 46. ഡിനോമിനേറ്റർ തമ്മിൽ 2 × 1 2. 46നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല, ചെയ്ത് നോക്കുക കേട്ടോ. 46നെ 2 കൊണ്ട് 2 4 6 3 6 അങ്ങനെ നിങ്ങൾ 23 എന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ അതൊന്നും ചെയ്ത് കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ അറിയാതെ നിങ്ങൾ തന്നെ വിചാരിക്കും എന്തിന് ഇങ്ങനത്തെയൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പൊ മറ്റേ രീതിയിലൂടെ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ട് നിങ്ങൾ അറിയണ്ടേ. 1/2 ഇൻറ്റു 46/1. ഇവിടെ വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യത്തില്ലേ? 2ഉം 46ഉം മൾട്ടിപ്പിൾസാ. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ അപ്പൊ എത്ര വരും? 2 / 2 1. ഈ 46നെ 2 കൊണ്ട് വെട്ടിക്കേ, 3 അല്ലേ? 1 × 23 23. താഴെ ഡിനോമിനേറ്റർ 1 × 1 1. അപ്പൊ 23/1 എത്ര തന്നെ ആയിരിക്കും? 23 ആയിരിക്കും. സെയിം ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒരു പ്രോബ്ലം ഇതിൽ നിന്ന് വരുന്നതായിരിക്കും. ഓഫ് എന്ന് കൂട്ടിയിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും വന്നിരിക്കും. അപ്പൊ നമുക്ക് ഇച്ചിരി സ്പീഡിൽ ചെയ്താലോ? അറിയാവുന്നതാണ്. അപ്പം ബിയുടെ ഫസ്റ്റ് 1 ആണ്. 2/3 ഓഫ് 18 ആദ്യം. അപ്പം ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്നാ എഴുതും? 2/3 ഇൻറ്റു 18/1. 1 ഡിനോമിനേറ്റർ ഇനി ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ. 18 × 2 എത്രയാണ്? 36. താഴെ 3 × 1 3. അപ്പൊ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ എത്ര വരും? 12 കിട്ടും കേട്ടോ. ആൻസർ 12 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 2/3 ഇൻറ്റു 18/1 നോക്കിയേ. ഇവിടെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാവോ? അതേലോ 3ഉം 18ഉം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 3 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 /3 1. 3 × 1 3 ആണ്, 6 ആണ്. 6 × 3 ആണ് 18 കേട്ടോ. ന്യൂമറേറ്റർ 6 × 2 12. ഇവിടെ 1 × 1 1. 12/1 എന്ന് പറഞ്ഞാൽ 12 തന്നെ കിട്ടും. ഓക്കെ മക്കളെ, രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. സെക്കൻഡ് വൺ എന്നാണ്? 2/3 ഓഫ് 27 ആണ്. ഇതുപോലെ തന്നെ 2/3 ഇൻറ്റു 27 എഴുതി /1 എഴുതി. ഓക്കെ, ആദ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിടാം. 27 × 2 14.
54 അല്ലേ, ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 3. 3യുടെ മൾട്ടിപ്പിൾ ആണോ? ആണോ നോക്കാമല്ലോ. 54നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 3 824. അപ്പൊ എത്ര കിട്ടും? 18 ആണ് ആൻസർ. ഇതിനെ ഡിവൈഡ് ചെയ്യാവേ. ആൻസർ 18. അല്ലാതെ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമോ? 2/3 ഇൻറ്റു 27/1. നോക്കിയേ, 3യും 27ഉം മൾട്ടിപ്പിൾസ് ആണ് 3യുടെ. അപ്പൊ 3 ഇൻറ്റു 1 3, 9 ഇൻറ്റു 3 27. 9 ഇൻറ്റു 3 27. ഇനി ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. 18. ഡിനോമിനേറ്റർ തമ്മിൽ 1 ഇൻറ്റു 1 1. 18/1 എന്ന് പറഞ്ഞാൽ 18 തന്നെയാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഓക്കെ, നമുക്ക് രണ്ടെണ്ണം കൂടെ സിയും ഡിയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാം. സി 3/4 ഓഫ് 16 ആണ് ഫസ്റ്റ് വൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നാ എഴുതും? 3/4 ഇൻറ്റു 16 1 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടോ. ഇവിടെ മൾട്ടിപ്ലൈ ഞാൻ അതാ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ 16 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നിൽക്കണം. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് 4 16 4ന്റെ മൾട്ടിപ്പിൾസ് അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ. 1 ഇൻറ്റു 4 4, 4 ഇൻറ്റു 4 16. ഇനി സംഖ്യ എന്ത് ചെറുതായി കണ്ടോ. 3 ഇൻറ്റു 4 12, 1 ഇൻറ്റു 1 1, 12/1 12 കണ്ടോ. നമുക്ക് ഈ 16 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ കിട്ടുന്ന ആൻസറിനെ പിന്നെ ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഇങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുവാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഞാൻ ചെയ്തുതരാം. 3/4 ഇൻറ്റു 16/1 നോക്കിയാൽ 16 ഇൻറ്റു 3 എത്രയാണ്? 48 4 ഇൻറ്റു 1 4. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷെ നമ്മളിവിടെ 16 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 48 കണ്ടു. അതിന്റെ ആവശ്യമുണ്ടോ? എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ബൈ പ്രാക്ടീസ് നിങ്ങൾ ആയിക്കോളും കേട്ടോ. ആദ്യം അങ്ങനെ പറ്റിയില്ലെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് ആകാം. ഓക്കെ, അടുത്തതിനാണ് 3/4 ഓഫ് 36 ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല മക്കളെ? ഞാൻ ഇത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്കറിയാം. അടുത്തത് 3/4 ഇൻറ്റു 36/1 എന്ന്. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്ത് പോവാം. 4ഉം 36 4ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കണം. 36 അതിനകത്തുണ്ടോ? ഉണ്ടല്ലോ. 9 4 അല്ലോ. 9 ഇൻറ്റു 4 36 ആണ്. അപ്പൊ 4 1 9. നോക്കി 27. 1 ഇൻറ്റു 1/1 27. കണ്ടോ, നമുക്ക് പെട്ടെന്ന് കിട്ടി. ഞാനൊരു മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. 3/4 ഇൻറ്റു 36/1 കണ്ടോ. നമുക്ക് ആദ്യം 36നെ 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വന്നു. നോക്കി എത്ര വരും? 108 അല്ലേ. 36 ഇൻറ്റു 3 108. 4 ഇൻറ്റു 1 4. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം ഉണ്ട്? 24 8 28 728 27. സെയിം തന്നെ കിട്ടും. 108നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താ കേട്ടോ. സെയിം തന്നെ കിട്ടും. പക്ഷെ അത്രയും സമയം പോകത്തില്ലേ. മാത്സ് ഒക്കെ നമ്മൾ ചടപടാന്ന് ചെയ്ത് തീർക്കണം. എപ്പോ? എക്സാമിന്. നമുക്ക് എത്രയും സ്പീഡ് ചെയ്യാവോ, എത്രയും സിമ്പിളായിട്ട് ചെയ്യാവോ അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മാത്സ് ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഡിയിൽ നോക്കാം. 4/5 ഓഫ് ആദ്യത്തെ തന്നെയാണ് 20. ഫസ്റ്റ് വണ്ണാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4/5 ഇൻറ്റു 20. ഞാൻ ആദ്യം ഡിവിഷൻ്റെ കാണിക്കാം, ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ഇത് 5ന്റെ 20 മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ 5 ഉണ്ട്. 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 4 20 കണ്ടോ. ന്യൂമറേറ്റർ 4 ഇൻറ്റു 4 16, 1 ഇൻറ്റു 1 1. ആൻസർ എത്രയാണ്? 16 അല്ലേ. അപ്പൊ മറ്റേ രീതി ചെയ്യുമ്പോഴോ 4/5 ഇൻറ്റു 20/1 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് 20 ഇൻറ്റു 4 80/5 ഇൻറ്റു 1 5 കണ്ടോ. മൾട്ടിപ്ലൈ സെയിം കിട്ടും. 4 ഓറഞ്ച് 5 30 6 സെയിം തന്നെ കിട്ടി. 16 തന്നെ കിട്ടി. ഓക്കെ, അതിന്റെ സെക്കൻഡും കൂടെ ചെയ്യാം. എന്നാണ്? 4/5 ഓഫ് 35. ഓക്കെ, ഇങ്ങനെ എഴുതും. 4/5 ഇൻറ്റു 35. വരയ്ക്ക് നിങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണിടുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ 5ഉം 35 മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പൊ 5 ഇൻറ്റു 1 5,
7 ഇൻറ്റു 5 ആണ് 35. ഇനി ന്യൂമറേറ്റർ തമ്മിൽ 4 7 ഇൻറ്റു 4 28 ബൈ താഴെ 1 ഇൻറ്റു 1 28 തന്നെ കിട്ടി. മറ്റേ തന്നെ കിട്ടുമോ? നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ അത് തന്നെ കിട്ടും. നോക്കാം, എവിടെയെങ്കിലും തെറ്റിപ്പോയോ. 35 ബൈ 1 ആണ്. ആദ്യം 35 ഇൻറ്റു 4 എത്രയാണ്? എന്നാൽ 20 ഇഷ്ടം 2 140 ബൈ 5 140 ബൈ 5 എന്ന് കിട്ടും. അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 10 5 40. തെറ്റിയില്ല, ശരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളത് അല്ലേ? എത്ര സിമ്പിളാണ്. ഫസ്റ്റ് ചാപ്റ്ററിനെ വിളിച്ചത് തീരെ സിമ്പിളാണ്. ഫസ്റ്റ് ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലസും മൈനസും ഒക്കെ നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ആകുമായിരുന്നു. ഇല്ല, നിങ്ങൾ പഠിച്ചു, എനിക്കറിയാം. അപ്പം ഇത് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ. പക്ഷെ ഹോൾ നമ്പർ ആണ്. ഇപ്പൊ ഡിനോമിനേറ്റർ ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. ഉണ്ടല്ലോ. എത്രയാണ് ഡിനോമിനേറ്റർ? 1 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ സിമ്പിൾ ആയിരുന്നു. ആ 1 ഇട്ട് അങ്ങ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് തെറ്റാതിരിക്കും. അടുത്തത് നമ്മൾ 2 ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അല്ല. അപ്പൊ സെയിം. അപ്പൊ ഈ പാറ്റേൺ പോവാണെങ്കിൽ അത് നമുക്ക് എളുപ്പമാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ അല്ലേ? ആദ്യത്തെ ഒരെണ്ണം വേണ്ട, ആദ്യത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. കാണേണ്ട പോലും ആവശ്യമില്ല. കാരണം കഴിഞ്ഞ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓഫ് ഇട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യും. ഒരു വീഡിയോ കാണാതെ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യേ. ഓക്കെ, താങ്ക് യു.